INTUC കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടത്തി. ജില്ലാ കോൺഗ്രസ് ഭവനിൽ നടന്ന കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സർക്കാർ ശ്രമിക്കുന്നത് കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാനാണെന്ന് ചന്ദ്രശേഖരൻ കുറ്റപ്പെടുത്തി. നരേന്ദ്രമോദിയുടെ ആഗ്രഹം തന്നെയാണ് പിണറായി വിജയനുള്ളത്. കോൺഗ്രസ് ഇല്ലാതായാൽ CPMന് എന്തോ കിട്ടും. കോൺഗ്രസിനെ CPMക്കാർ ക്ഷീണിപ്പിച്ചാൽ അടുത്തപടി CPMന്റെ കച്ചവടം BJPക്കാർ തീർക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് BJPക്കാർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഈ ഇലക്ഷന് കള്ളക്കച്ചവടം നടത്തി UDF സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ശ്രമം നടത്തിയാൽ പിണറായി സർക്കാരിൻ്റെ അന്ത്യം കുറിക്കപ്പെടുമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു. ജനാധിപത്യം നിലനിർത്താൻ കോൺഗ്രസിന് മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനാധിപത്യം നിലനിൽക്കണമെങ്കിൽ കോൺഗ്രസ് അല്ലാതൊരു മാർഗം ഈ രാജ്യത്തുണ്ടാകുന്നില്ല എന്ന് എല്ലാവരും സമ്മതിക്കും. കേരളത്തിലെ ഗവൺമെന്റും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കോൺഗ്രസ് മുക്ത കേരളം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. നരേന്ദ്രമോദിയുടെ ആഗ്രഹം തന്നെയാണ് പിണറായി വിജയനും വെച്ച് പുലർത്തുന്നത്. കോൺഗ്രസ് ഇല്ലാതായാൽ CPMകാർക്ക് എന്തോ കിട്ടും. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചാൽ അടുത്ത പടി CPMന്റെ കച്ചവടം BJPക്കാർ തീർക്കുമെന്നുള്ളതിന് ഒരു സംശയം വേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് BJPക്ക് നല്ലപോലെ അറിയാം. അതുകൊണ്ട് കള്ളക്കച്ചവടം നടത്താൻ പോയി നമ്മുടെ ആളുകളെ തോൽപ്പിക്കാനായി എന്തെങ്കിലും ഒരു ശ്രമം നടത്തിയാൽ അത് പിണറായി സർക്കാരിന്റെ അന്ത്യം കുറിക്കുന്ന രാഷ്ട്രീയ കാപട്യമായിരിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് AK ഹഫീസ് അധ്യക്ഷത വഹിച്ചു. NK പ്രേമചന്ദ്രൻ, ബിന്ദു കൃഷ്ണ, കൃഷ്ണവേണി ശർമ്മ, സൂരജ് രവി, വടക്കേവിള ശശി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.